ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ ചെയ്തിട്ടും മാറാത്ത താരൻ, കുറേ കാലങ്ങളായിട്ട് ഒരേ രീതിയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ചിലർക്കാണെങ്കിൽ താരൻ കൂടുകയില്ല എന്നാൽ കുറയേയില്ല, എന്നും ഒരുപോലെ തന്നെ ഉണ്ടാവും. ഇതൊന്ന് പോയി കിട്ടാൻ ദിവസവും പല പല പരീക്ഷണങ്ങളും നടത്തുന്ന അധിക പേരുമുണ്ട്. താരൻ ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല, ഇത് നമുക്കൊരു വൃത്തിക്കുറവ് അല്ലെങ്കിൽ ഒരു വൃത്തികേടായിട്ടും കൂടെ നമുക്ക് തോന്നാറുണ്ട് തലയിലേക്ക് നോക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ താരനുള്ള ഒരാളുടെ തലയിൽ അത് തെളിഞ്ഞു കാണുന്ന സമയത്ത് അത് കാണുന്നവർക്കും അതുള്ളവർക്കും വല്ലാത്തൊരു ഇറിറ്റേഷൻ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് എത്ര ചെറിയതും അതുപോലെ എത്ര കടുത്തതുമായിട്ടുള്ള താരൻ മാറിക്കിട്ടാനുള്ള ഒരു വഴിയായിട്ടല്ല, 10 വഴിയായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റിയത് അല്ലെങ്കിൽ സ്യൂട്ടായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഏതാണോ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചിലർക്ക് ഒരു ടിപ്പ് ചെയ്തുകൊണ്ട് മാറ്റം കണ്ടു എന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് വേറെയും മാർഗ്ഗങ്ങൾ പരീക്ഷിച്ച് നോക്കാമല്ലോ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് താരൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം 4 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഹെയർ ഓയിലാണ്. അതും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അത് താരന് വേണ്ടിയിട്ട് മാത്രമല്ല, മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടി വളരാനും മുടിക്ക് ഉള്ളു വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലേറ്റ് ആക്കാതെ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റെമഡീസ് ഒക്കെ പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആദ്യം താരൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും താരൻ എന്താണെന്ന് അറിയാത്തവരൊക്കെ ഉണ്ടാവുമെന്ന്. എന്നാൽ പലർക്കും അറിയില്ല താരൻ എന്താ എന്നുള്ളത്. അധിക പേരും താരൻ എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ കാണുന്ന ചെറിയ ചെറിയ പൊടികളെ ആയിരിക്കും. നല്ല വെളുത്ത കളറിലായിട്ടുള്ള ചെറിയ ചെറിയ പൊടികളുണ്ടാവും. നമ്മൾ തലയിൽ ജസ്റ്റ് ഒന്ന് ചൊറിയുന്ന സമയത്തൊക്കെ അതിങ്ങനെ ഇളകി വരുന്നത് കാണാറുണ്ട്. അങ്ങനെ പൊടി പൊടി പോലെയുള്ളത് ശരിക്കും അധിക പേരിലും താരനല്ല കേട്ടോ. അത് നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആകുന്ന സമയത്ത് സ്കാൽപ്പിലെ തൊലി ഇളകി വരുന്നതാണ്. ശരിക്കും ഇങ്ങനെ സ്കാൽപ്പിൽ തൊലി ഇളകി വരുന്നത് തന്നെയാണ് താരൻ. പക്ഷെ അത് നമുക്ക് ഡ്രൈനെസ് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ചെറിയൊരു എന്താ പറയുക, താരൻ എന്ന് പറയാൻ പറ്റില്ല, സ്കിന്നൊന്ന് ഇളകി പോരുന്നതാണ്. അത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മാറി കിട്ടുകയും ചെയ്യും. ഇങ്ങനെ പൊടി പൊടി പോലെ തലയിൽ ഉണ്ടാകുന്നത് അധിക പേർക്കും കാണുന്നത് തണുപ്പ് കാലത്താണ്. കാരണം തണുപ്പ് കാലത്ത് നമ്മുടെ സ്കിന്നിലാണെങ്കിലും ഹെയറിലാണെങ്കിലും ഒക്കെ മോയ്സ്ചർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഇങ്ങനെ ഇളകി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്, തലയിൽ ആവശ്യത്തിന് എണ്ണമയം ഇല്ലാതെ ഷാമ്പൂ ഉപയോഗിച്ച് സ്കാൽപ്പ് വല്ലാണ്ട് ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എണ്ണമയം ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യാതിരിക്കുമ്പോഴോ ഒക്കെ സ്കാൽപ്പ് ഇതുപോലെ ഡ്രൈ ആവും. ചിലർക്ക് ദിവസം എണ്ണ തേച്ച് കുളിക്കുന്ന ഒരാൾ, ഇപ്പോൾ എൻ്റെയൊക്കെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അധിക ദിവസം എണ്ണ തേച്ചിട്ട് കുളിക്കുന്ന ആളാണ്. അപ്പോൾ ഞാനൊരു 2 ദിവസം എണ്ണ തേക്കാതെ കുളിച്ച് കഴിഞ്ഞാൽ എനിക്കും ഈ രീതിയിൽ സ്കാൽപ്പ് ഇങ്ങനെ ചെറിയ തൊലി ഇങ്ങനെ ഇളകി വരുന്ന പോലെ ചെറിയ ചെറിയ പൊടികൾ പോലെ ഉണ്ടാവാറുണ്ട്. അത് പിറ്റേ ദിവസം നന്നായിട്ട് എണ്ണ തേച്ചൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കാണുകയില്ല. ആ ഒരു മോയ്സ്ചർ കിട്ടുമ്പോൾ തന്നെ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ സ്കാൽപ്പ് ഡ്രൈ ആയതുകൊണ്ട് ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നത്തിൽ ചിലർക്ക് ചൊറിച്ചിലും ഫീൽ ചെയ്യാറുണ്ട്. കാരണം സ്കാൽപ്പ് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചൊറിച്ചിലുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇത് ശരിക്കും താരൻ തന്നെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പ് ഡ്രൈ ആയതുകൊണ്ട് ഉണ്ടാകുന്ന ഇതേ രീതിയിലുള്ളതാണോ എന്ന്. ഇനി ശരിക്കും എന്താണ് താരൻ എന്ന് നോക്കാം. ഞാൻ ഈ പറഞ്ഞ അവസ്ഥ 2 ആഴ്ചയിൽ കൂടുതലായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് എണ്ണമയമൊക്കെ മുടിക്കും തലയിലും നൽകിയിട്ടും ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. 2 ആഴ്ചയിൽ കൂടുതലായിട്ട് ഇതേ രീതിയിൽ തന്നെയുണ്ട്, അത്യാവശ്യം നന്നായിട്ട് ചൊറിച്ചിലുമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മെയിനായിട്ടും താരൻ എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പൊടികൾ പോലെ ഉള്ളതാകാം താരൻ. അല്ലെങ്കിൽ ചിലർക്ക് നന്നായിട്ട് തന്നെ ഇങ്ങനെ പുറ്റുപോലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചിലർക്ക് നമ്മുടെ തലയിലെ ചില ഭാഗത്ത് മാത്രം റൗണ്ടിലായിട്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ തലയിൽ ആവശ്യത്തിന് എണ്ണമയം ഉണ്ടായിട്ടും ഇതേ രീതിയിൽ താരന് 2 ആഴ്ചയിൽ കൂടുതലായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ അതിന് പ്രത്യേക ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമുള്ളൂ. ഇതുപോലെയുള്ള റെമഡീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പം നമുക്ക് താരനുള്ളവർക്ക് അത് മാറിക്കിട്ടാൻ സഹായിക്കുന്ന ആ 10 റെമഡീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം.
ആദ്യത്തെ റെമഡി നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ അല്ലെങ്കിൽ ഏത് എണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കാരണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത്രയും താരനും അതുപോലെ മുഖക്കുരു അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസും ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഹെയർ ഓയിലാണ്. ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്, ഞാൻ വീഡിയോ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എനിക്കൊരു ദിവസം യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്രയും എണ്ണ ഞാൻ ഈ ഒരു ബൗളിൽ എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എണ്ണയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര യൂസ് ചെയ്യാൻ ആവശ്യമാണ് അത്രയും തന്നെ അളവിൽ നിങ്ങൾ എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മളിനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ടീ ട്രീയുടെ എസൻഷ്യൽ ഓയിലാണ്. ഈ ഒരു എസൻഷ്യൽ ഓയിൽ നമ്മുടെ സാധാരണ മാർക്കറ്റിലൊന്നും അങ്ങനെ വാങ്ങിക്കാൻ കിട്ടാറില്ല. ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, എളുപ്പത്തിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ബോഡി അവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ടീ ട്രീ ഓയിലാണ്. നല്ല സൂപ്പറാണ്, നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഞാനിത് താരന് വേണ്ടിയിട്ടല്ല കേട്ടോ വാങ്ങിക്കുന്നത്. ഞാൻ ഗ്രീൻ ടീ ജെല്ലൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ മുഖക്കുരുവിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്. ഇത് താരനും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ചിലർക്ക് താരൻ കൊണ്ട് മുഖക്കുരു ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് ഹെയറിൽ മാത്രമല്ല നിങ്ങളുടെ സ്കിന്നിലും കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരിക്കലും നേരിട്ട് യൂസ് ചെയ്യരുത്, എപ്പോഴും ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ഇത്രയും ഹെയർ ഓയിലിലേക്ക് ഒരു 10 ഡ്രോപ്സ് ടീ ട്രീയുടെ എസൻഷ്യൽ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ടീ ട്രീയുടെ എസൻഷ്യൽ ഓയിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. വളരെ കുറഞ്ഞ അളവിൽ എടുത്താലും നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു റെമഡിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും താരനുള്ളവർ ആദ്യം ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് മാറ്റമില്ലെങ്കിൽ വേറെയുള്ള റെമഡീസ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞ്, പിന്നെ ഇത് കുട്ടികൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്കും ഈ ഒരു റെമഡി യൂസ് ചെയ്യാവുന്നതാണ്. പുരുഷന്മാർക്കും പ്രായമായിട്ടുള്ളവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള തന്നെയാണ്. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് മുടിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിലേക്കല്ല മെയിനായിട്ടും സ്കാൽപ്പിലാണല്ലോ താരൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കുക. അരമണിക്കൂറിന് ശേഷം നോർമലായിട്ട് കഴുകിക്കളയുക. സോപ്പ്, ഷാമ്പൂ ഇങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യരുത്. വെറും വെള്ളം ഉപയോഗിച്ചിട്ട് മാത്രം കഴുകിയാൽ മതി. ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ തന്നെ യൂസ് ചെയ്താൽ നല്ല മാറ്റം വരും. നന്നായിട്ട് താരനുണ്ട് എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 or 3 ദിവസം ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റെമഡി എന്താണെന്ന് നോക്കാം. അത് ഉലുവയാണ്. ഉലുവ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വയ്ക്കുക. നിങ്ങൾക്ക് എത്ര ഉലുവയാണോ ആവശ്യമുള്ളത് അത്രയും ഉലുവ തലേ ദിവസം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. പിറ്റേ ദിവസം കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് അത് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ ഈ ഒരു കുതിർക്കാൻ വെച്ച വെള്ളം തന്നെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. എന്നിട്ട് അതൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. തേക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം ഒന്ന് തലയിൽ എണ്ണ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. ഇങ്ങനെ ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ യൂസ് ചെയ്താലും താരന് നല്ല മാറ്റം വരും. മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടി വളരാനും പുതിയ മുടി ഉണ്ടാവാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണിത്. അപ്പോൾ താരനുള്ളവർ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത റെമഡി ഉലുവ ഉപയോഗിച്ചിട്ട് നമുക്ക് എണ്ണ കാച്ചിയിട്ടും യൂസ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങളൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഉലുവ പൊടിക്കാതെ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. എണ്ണ നിങ്ങൾ അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കുക. ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉലുവ ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് തണുക്കാൻ വയ്ക്കുക. തണുത്ത ശേഷം അതൊരു കുപ്പിയിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു എണ്ണ യൂസ് ചെയ്തിട്ട് നിങ്ങൾ തലയിൽ തേച്ച് പിടിപ്പിക്കുക. ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കുക. ഇങ്ങനെ എല്ലാ ദിവസവും ഈ ഒരു എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാലും താരന് നല്ല മാറ്റം തന്നെ ഉണ്ടാകും.
ഇനി അടുത്ത റെമഡി ആപ്പിൾ സൈഡർ വിനെഗർ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ആപ്പിൾ സൈഡർ വിനെഗർ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് താരനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ആപ്പിൾ സൈഡർ വിനെഗറും അതുപോലെ തന്നെ വെള്ളവും എടുക്കുക. 1/2 ഗ്ലാസ് ആപ്പിൾ സൈഡർ വിനെഗറും 1/2 ഗ്ലാസ് വെള്ളവും എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അരമണിക്കൂർ വെച്ചിരിക്കുക. അരമണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയുക. ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കറ്റാർവാഴ ഉപയോഗിച്ചിട്ടുള്ള ടിപ്പാണ്. കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് കറ്റാർവാഴയുടെ ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് എടുത്തിട്ട് നിങ്ങളുടെ തലയിൽ തേച്ച് കൊടുക്കുക. അരമണിക്കൂർ വെച്ചിരിക്കുക. അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും തന്നെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ യൂസ് ചെയ്താൽ നിങ്ങളുടെ തലയിലുള്ള താരനൊക്കെ നല്ല മാറ്റം വരും. മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടി നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത റെമഡി തൈര് യൂസ് ചെയ്തിട്ടുള്ളതാണ്. നല്ല പുളിയുള്ള തൈരും അതുപോലെ തന്നെ ഉലുവ പൊടിച്ചതും എടുക്കുക. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് കുതിർക്കാൻ വയ്ക്കുക. ഒരു 2 മണിക്കൂറെങ്കിലും കുതിർത്തിയെടുത്ത ശേഷം രണ്ടും കൂടെ മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഈ ഒരു പേസ്റ്റ് നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. ഇത് താരൻ മാറാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഇനി അടുത്ത റെമഡി കഞ്ഞിവെള്ളവും ഉലുവയാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്രയും തന്നെ കഞ്ഞിവെള്ളം എടുക്കുക. അതിലേക്ക് ഒരു 2 സ്പൂണോളം ഉലുവയും ചേർത്ത് തലേ ദിവസം രാത്രി കുതിർക്കാൻ വയ്ക്കുക. പിറ്റേന്ന് കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു വെള്ളം എടുത്തിട്ട് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അരമണിക്കൂർ വെച്ചിരിക്കുക. അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയുക. ഇനി അടുത്ത റെമഡി നമ്മുടെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് തന്നെയാണ്. ആര്യവേപ്പ് അതായത് നീം യൂസ് ചെയ്തിട്ടുള്ളതാണ്. ആര്യവേപ്പ് ഇട്ട് തിളപ്പിച്ച വെള്ളം നിങ്ങൾ തലയിൽ ഒഴിച്ചു കഴിഞ്ഞാലും താരന് നല്ല മാറ്റം വരും. അതിനുവേണ്ടി തലേ ദിവസം നിങ്ങൾ രാത്രി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് ആര്യവേപ്പ് ഇട്ട് തിളപ്പിച്ച് വയ്ക്കുക. ഒരു പിടിയോളം ആര്യവേപ്പ് എടുത്താൽ മതി. ആര്യവേപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് ഒരു 5 മിനിറ്റ് നിങ്ങളിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് രാത്രി മുഴുവനായിട്ട് തണുക്കാൻ വയ്ക്കുക. പിറ്റേന്ന് കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു വെള്ളം തലയിൽ തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂർ വെച്ചിരിക്കുക. ശേഷം കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയുക. ഇനി നെക്സ്റ്റ് റെമഡി നീം ഓയിലാണ്. അതായത് ആര്യവേപ്പ് വെച്ചിട്ട് നമുക്ക് എണ്ണ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം. അതും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു നീം ഓയിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാനും കിട്ടുന്നതാണ്. അപ്പോൾ ആര്യവേപ്പ് വെച്ച് എണ്ണ ഉണ്ടാക്കി കാച്ചിയെടുത്തിട്ട് യൂസ് ചെയ്യുന്നതും നല്ലതാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള റെമഡി എന്ന് പറയുന്നത് റോസ്മേരി ഉപയോഗിച്ചിട്ടുള്ളതാണ്. റോസ്മേരി നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. 2 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂണോളം റോസ്മേരി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു വെള്ളം നിങ്ങൾ തലയിൽ തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയുക. ഇത്രയും 10 റെമഡീസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഏത് റെമഡിയും ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റ യൂസിൽ മാറ്റം വന്നുവെന്ന് വരില്ല. അതുകൊണ്ട് ചുരുങ്ങിയത് 2 ആഴ്ചയെങ്കിലും നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ അതെന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്